Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷനായ റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന ടോപ്പിക്കാണ്. ഹിയർ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വൺ എന്ന് പറയുന്ന നമ്പറിനാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് അഥവാ യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the topic is roots of unity. യൂണിറ്റിയുടെ റൂട്ട്സിന് മറ്റൊരു പേരാണ് എന്ത്? സൊല്യൂഷൻസ്. അപ്പോൾ യൂണിറ്റി ആൻസർ ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് ഏതൊക്കെ അഥവാ യൂണിറ്റിയുടെ സൊല്യൂഷൻസ് ഏതൊക്കെ ഓർ റൂട്ട്സ് ഓഫ് യൂണിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. സോ എന്താണ് റൂട്ട്സ് ഓഫ് യൂണിറ്റി? നമ്മൾ പറഞ്ഞു യൂണിറ്റി അഥവാ യൂണിറ്റിയോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആണല്ലേ. അപ്പോൾ ഈ എന്ന് പറയുന്ന വാല്യൂ സൊല്യൂഷനായിട്ട് വരുന്ന ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഏതൊക്കെ അല്ലെങ്കിൽ എന്ന് പറയുന്ന വാല്യൂ ആൻസർ ആയിട്ട് വരുന്ന ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഏതൊക്കെ അഥവാ എന്ന് പറയുന്ന വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരികയാണ്, ഈക്വൽ ടുൻ്റെ വൺ സൈഡിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനകത്ത് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ച് ഈ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ ഏതാണ്? 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ ഏതോ ഒരു വാല്യൂ ആയ എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അങ്ങനെയെങ്കിൽ ആ എക്സിൻ്റെ വിലകൾ ഏതൊക്കെ, എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വാല്യൂസിൻ്റെ സ്ക്വയറുകളാണ് എന്തായിട്ട് വരുന്നത്? 1 ആയിട്ട് വരുന്നത് എന്ന രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർപ്രിറ്റ് ചെയ്ത് എടുക്കാം. അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ വാല്യൂസിൻ്റെ സ്ക്വയർ ആണോ 1 വരുന്നത് ആ തരത്തിലുള്ള വാല്യൂസിനെ കണ്ടെത്തുക. ആ വാല്യൂസാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 1 അഥവാ യൂണിറ്റിയുടെ റൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് നമ്മൾ വിളിക്കും. നമുക്കറിയാവുന്നൊരു കാര്യമാണ് 1 നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 × 1 ഈക്വൽ ടു 1 അല്ലേ. സിമിലർലി വാട്ട് അബൌട്ട് -1 സ്ക്വയർ? -1 സ്ക്വയർ ഈസ് -1 × -1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി ഏതെങ്കിലും നമ്പറിനെ സ്ക്വയർ ചെയ്താൽ 1 കിട്ടുമോ? ഇല്ല. ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോഴേ ഒരു കാര്യം ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഈ ഇക്വേഷന് 2 സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. ഒരു ഇക്വേഷനെ സംബന്ധിച്ച് ആ ഇക്വേഷൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ അത്രയും സൊല്യൂഷൻസ് ആയിരിക്കും ആ ഇക്വേഷന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷനെ സംബന്ധിച്ച് ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 2 ആണ്. ദെർഫോർ ഈ ഇക്വേഷന് 2 സൊല്യൂഷൻസ് ഉണ്ടാവുകയുള്ളൂ. ആൻഡ് 1 സൊല്യൂഷൻ ഈസ് 1 itself and the other one is -1. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എക്സിൻ്റെ 2 വാല്യൂസ്, ഒന്ന് 1ഉം അടുത്തത് -1ഉം ആണ്. സിമിലർലി വാട്ട് അബൌട്ട് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 1 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ നമ്പറുകളുടെ ക്യൂബാണോ 1 വരുന്നത് അത്തരത്തിലുള്ള നമ്പേഴ്സിനെ കണ്ടെത്തുക. ആ നമ്പേഴ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൊല്യൂഷൻ അഥവാ റൂട്ട്സ് ഓഫ് യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനോട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിൻ്റെ ക്യൂബ് 1 വരുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അഥവാ റൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ നമ്പർ എക്സുകളുടെ ക്യൂബാണോ 1 വരുന്നത് അത്തരത്തിലുള്ള എക്സിൻ്റെ വാല്യൂസ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പറുകളുടെ ക്യൂബാണ് എന്ത് വരുന്നത്? 1 വരുന്നത്. അപ്പോൾ യൂണിറ്റി ക്യൂബായിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സാണോ
ആ നമ്പേഴ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഓൾസോ എന്താണ് ആൻ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ റൂട്ട്സ് ഓഫ് യൂണിറ്റി. യൂണിറ്റിയുടെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ സംബന്ധിച്ച് ഇവിടെ എത്രാമത്തെ റൂട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, തേർഡ് റൂട്ട് അഥവാ ക്യൂബിക് റൂട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Therefore ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂസിന് ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1-ൽ ഈ എക്സിൻ്റെ വാല്യൂസിനെ നമ്മൾ സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കും. സിമിലർലി ഈ കിട്ടിയ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സിൻ്റെ വാല്യൂസിനെ നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1 - 1 പ്ലസ് i√3/2 ആൻഡ് -1 മൈനസ് i√3/2. ഇങ്ങനെ 3 വാല്യൂസ് നമ്മുടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 3 ആയതുകൊണ്ട് 3 വാല്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ദേ ആർ 1 -1 പ്ലസ് i√3/2 ആൻഡ് -1 മൈനസ് i√3/2. ഇവിടെ ഈ ടേമിനെ നമ്മൾ ഒമേഗ എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേമാണ്, ഇമാജിനറി നമ്പേഴ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്രയും ലെങ്തി ആയിട്ട് പറയുന്നതിന് പകരം നമ്മൾ എന്ത് വിളിക്കും, ഈ ടേമിനെ നമ്മൾ ഒമേഗ എന്ന് വിളിക്കും. ആൻഡ് ഈ ഒമേഗയെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് -1 മൈനസ് i√3/2 കിട്ടും. Therefore this is called as omega square. സോ യൂണിറ്റിയുടെ ക്യൂബ് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. 1 ഒമേഗ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. സിമിലർലി x⁴ is equal to 1 എന്ന് പറയുന്നൊരു ഇക്വേഷനെ സംബന്ധിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്, എക്സിൻ്റെ 4th പവർ എടുക്കുമ്പോൾ 1 കിട്ടണം. അഥവാ 1 എന്ന് പറയുന്ന യൂണിറ്റി വാല്യൂ കിട്ടുന്നത് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ 4th പവറിനാണ്, ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ദോസ് വാല്യൂസ് ഓഫ് എക്സ് ആർ കോൾഡ് 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇവിടെ ഹയസ്റ്റ് പവർ 4 ആയതുകൊണ്ട് ദേ ആർ കോൾഡ് 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി. ആൻഡ് 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 -1 i ആൻഡ് -i. 1⁴ 1 ആയിരിക്കും, -1⁴ 1 ആയിരിക്കും, i⁴ 1 ആയിരിക്കും, -i⁴ 1 ആയിരിക്കും. സോ ദീസ് ആർ കോൾഡ് ദ 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി. സോ എന്താണ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഓരോ റൂട്ട്സ് ഓഫ് യൂണിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബൈ യൂസിങ് കോംപ്ലക്സ് നമ്പർ ടെക്നിക്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ആൻസേഴ്സ് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി 1 - 1 ആകും. അവിടെ തന്നെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. 4th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 -1 i ആൻഡ് -i. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് കിട്ടി, ഈ വാല്യൂസിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു, ആ സ്റ്റെപ്സാണ് ഞാൻ ഒരു ക്വസ്റ്റൻസ് ആയിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. സോ ഫസ്റ്റ് വൺ, സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി. സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇപ്പോൾ സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റിയെ പറ്റി പറയണത് എന്താ ഉദ്ദേശിക്കുന്നത്, x² = 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് എന്ത് സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം ഏതൊക്കെയാണ്, 1 - 1 ആണെന്ന്. അങ്ങനെയെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാണ്, ആ സ്റ്റെപ്പാണ്, ആ പ്രൂഫാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ ദ ഇക്വേഷൻ x² = 1. ഇനി നോക്കുക, ഈ 1നെ എനിക്ക് 1 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് cos 0 + i sin 0 എന്ന് എഴുതാം. ആണോ? cos 0യുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. sin 0യുടെ വാല്യൂ 0 ആണ്. Therefore cos 0 is 1 plus i into sin 0 is 0. So 1 plus 0 which is equal to എന്തെന്ന് കിട്ടും, 1 എന്ന് കിട്ടും. സോ ഈ 1 എന്ന് പറയുന്ന വാല്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം, cos 0 plus i sin 0 എന്ന് എഴുതാം. സോ 1 is equal to, ഇവിടെ x² = 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡായ 1നെ ഞാനിങ്ങനെ എഴുതി cos 0 plus i sin 0 എന്ന് എഴുതി. എനിക്ക് ഏതിൻ്റെ വാല്യൂസ് ആണ് വേണ്ടത്, എക്സ് വാല്യൂസ് അല്ലേ വേണ്ടത്. സോ
എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം 1 is equal to cos 0 plus I sin 0 എന്ന് എഴുതി. ഇനി എനിക്കറിയാവുന്നൊരു കാര്യം കോസ് ആൻഡ് സൈൻ ഈ രണ്ട് ഫങ്ഷൻസും പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. അതായത് cos 0 എനിക്ക് it can be written as cos 2n pi plus 0. കോസ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്താ, ഈ കോസ് ഏതൊരു വാല്യൂവിനോട് കൂടെയും 2n പൈ ആഡ് ചെയ്ത് ഞാൻ കോസ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. എന്താണ് പീരീഡായിട്ട് ആ 2n പൈ എന്ന് പറയുന്ന പീരീഡ് വെച്ച് എന്ത് ചെയ്യണം, ആ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യണം. സോ കോസ് 0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തിനാണ്, കോസ് 2n പൈ പ്ലസ് 0 തന്നെയാണ്. കാരണം എന്താ, കോസ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് ആൻഡ് ദ വാല്യൂ ഓഫ് കോസ് റിപ്പീറ്റ്സ് ഓവർ ദ പീരീഡ് ഓഫ് 2n പൈ. സോ കോസ് 0 എനിക്ക് എങ്ങനെ എഴുതാം, കോസ് 2n പൈ പ്ലസ് 0 എന്നും എഴുതാം അല്ലേ. ഇവിടെ 2n പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ അല്ല, 2 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, വേരി ചെയ്യാം. അതുപോലെ തന്നെ സൈനും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. therefore sin 0 can also be written as sin 0 is equal to sin 2n pi plus 0. സൈൻ്റെയും പീരീഡ് 2n pi ആയതുകൊണ്ട് it can be also written as sin 2n pi plus 0. സോ ഈ cos 0യുടെ സ്ഥാനത്ത് ഞാൻ അത് കൊടുക്കുന്നു, that is cos plus I sin 2n pi plus 0. ഇനി ഇവിടെ ഈ എന്നിൻ്റെ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യുന്നു എപ്പോഴും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1നെ സംബന്ധിച്ച് എക്സിന് എത്ര വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും, റേസ് ടു 2. അതർഫോർ 2 വാല്യൂസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കോസ് 2n പൈ പ്ലസ് 0 പ്ലസ് ഐ സൈൻ 2n പൈ പ്ലസ് 0യിൽ എന്നിൻ്റെ വാല്യൂ രണ്ട് വാല്യൂസ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 0 ആൻഡ് 1. ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1ന് രണ്ട് റൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് എക്സ് വാല്യൂസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ വാല്യൂസ് അല്ലെങ്കിൽ കൂടുതൽ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ എന്താ, റെപ്പറ്റീഷൻ തന്നെ ആയിരിക്കും. 1ഉം -1ഉം തന്നെ ആയിരിക്കും വീണ്ടും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ കൂടുതൽ വാല്യൂസ് എടുക്കുന്നതിൽ അർത്ഥമില്ല. സോ ഇവിടെ രണ്ട് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ രണ്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെ കൊടുത്ത് n is equal to 0യും n is equal to 1ഉം 0യും സ്റ്റാർട്ട് ചെയ്ത് നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും എഴുതിയാൽ മതി. 0 ആൻഡ് 1 ഇവിടെ രണ്ട് വാല്യൂസ് മതിയായിരുന്നതുകൊണ്ട് 0നെയും 1നെയും എന്തായിട്ട് ചൂസ് ചെയ്തു, n ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നോക്കാം, therefore 1 is equal to cos 2n pi plus 0 plus I sin 2n pi plus 0. ഇനി 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 2n pi plus 0 is 2n pi, whereas sin 2n pi plus 0 is sin 2n pi. therefore വീണ്ടും എഴുതുന്നു cos 2n pi plus I sin 2n pi, where the values of n are 0 and 1. So 1 is equal to എനിക്ക് എന്തെന്ന് കിട്ടി, cos 2n pi plus I sin 2n pi. ഇനി 1 equal to cos 2n pi plus I sin 2n pi എന്താ അല്ലേ. ഈ 1 എന്തുകൊണ്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, 1 equal to x സ്ക്വയർ. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം, x സ്ക്വയർ കൊടുക്കാം. സോ x സ്ക്വയർ is equal to cos 2n pi plus I sin 2n pi, where n is equal to 0 and 1. ഇനി നോക്കുക, എനിക്ക് എന്തിൻ്റെ വാല്യൂസ് ആണ് വേണ്ടത്, എക്സിൻ്റെ വാല്യൂസ് ആണ് വേണ്ടത്. ഇപ്പം എൻ്റെ ഉള്ളത് എന്തിൻ്റെ വാല്യൂസ്, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് അല്ലേ. സോ ഈ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സിനെ കിട്ടാൻ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും റേസ് ടു 1/2 എടുക്കണം. സോ എക്സ് സ്ക്വയർ റേസ് ടു 1/2 is equal to cos 2n pi plus I sin 2n pi the whole raised to 1/2, where
the value of n are 0 and 1. So ഇവിടെ xന്റെ സ്ക്വയറും 1/2 കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് കിട്ടും? x is equal to cos 2n pi plus I sin 2n pi the whole raised to 1/2. ആ എന്നിൻ്റെ വാല്യൂസ് ഓരോ തവണ നമ്മൾ എഴുതി പോകണം. ഇനി നോക്കി cos theta plus I sin theta the whole raised to n. അത് എന്താണത്? De Moivre's theorem ആണ്. എന്താ De Moivre's theorem? Cos theta plus I sin theta the whole raised to n is equal to cos n theta plus I sin n theta. അപ്പോൾ നമ്മൾ De Moivre's theorem ഒന്ന് റീകളക്ട് ചെയ്യുന്നു. Cos theta plus I sin theta the whole raised to n is cos n theta plus I sin n theta ആണല്ലോ. അപ്പോൾ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? 2n/, കിടക്കുന്നു. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? 1/2 കിടക്കുന്നു. സോ ആഫ്റ്റർ അപ്ലൈയിങ് De Moivre's theorem you will get x is equal to cos എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1/2. 1/2 into 2n/, plus I sin 1/2 into 2n/. where the values of n are 0 and 1. നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തോളാം അല്ലേ? 2ഉം 2n/2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇവിടെ അതുപോലെ that is equal to cos n pi plus I sin n pi where the values of n are 0 and 1. ഇനി എന്ത് ചെയ്യാം? സോ എക്സിൻ്റെ വിലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? cos n pi plus I sin n pi ആണ്. ഇനി ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ? 0ഉം 1ഉം കൊടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് എന്നിന് 0 കൊടുക്കാം. therefore x is equal to cos 0 into pi. 0 plus I sin 0 into pi is 0. also x is equal to ഇനി എന്തിൻ്റെ വാല്യൂ കൊടുക്കാം? 1 കൊടുക്കാം. therefore cos 1 into pi is pi plus I sin 1 into pi is pi. ഇനി നോക്കിയേ, cos 0 it is 1 plus I sin 0 is 0. so 1 plus 0 is 1. so xന്റെ ഒരു വാല്യൂ എന്താണ്? 1 ആണ്. again x is equal to cos pi. cos pi എത്രയാണ്? -1 plus I into sin pi is 0. therefore -1 plus 0 is -1. so x square is equal to 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ച് അവിടെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കിട്ടി? 1ഉം -1ഉം ആണെന്ന് കിട്ടി. അതായത് ഈ രണ്ട് വാല്യൂസിൻ്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 and -1. സോ യൂണിറ്റി അഥവാ 1ൻ്റെ റൂട്ടുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി ബൈ യൂസിങ് the properties of complex numbers as well as by using the De Moivre's theorem we had calculated the square roots of unity as 1 and -1. so ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. and next is about cube roots of unity. സ്റ്റെപ്പ് ചെയ്യുന്നതെല്ലാം സിമിലർ ആയിട്ട് തന്നെയാണ്. അവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂസ് കൊടുക്കുന്നതിനകത്ത് മാത്രമേ എന്തുള്ളൂ? വ്യത്യാസം വരുന്നുണ്ട്. so what do you mean by cube roots of unity? cube roots of unity means those values of x for which x cube is equal to 1. x cube യൂണിറ്റി ആകുന്ന ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സുകളാണോ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നത്. സോ ആദ്യം നമ്മൾ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ x cube is equal to 1. പഴയ ഗുണത്തിൽ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലെ 1നെ എടുക്കുന്നു. 1 is equal to 1 can be written as cos 0 plus I sin 0.
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസും സൈനും പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. വിത്ത് ദ പീരീഡ് 2n pi we can write cos 0 as cos 2n pi plus 0 plus I sin 2n pi plus 0 where ഇവിടെ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് വേണ്ടത്. ഇവിടെ എക്സിൻ്റെ എത്ര വാല്യൂസ് നമുക്ക് കിട്ടും? 3 വാല്യൂസ് നമുക്ക് കിട്ടും, കറസ്പോണ്ടിങ് ടു 3 വാല്യൂസ് ഓഫ് എൻ. എന്നിൻ്റെ 3 വാല്യൂസിനനുസരിച്ച് എക്സിൻ്റെ 3 വാല്യൂസ് നമുക്ക് കിട്ടും. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂസ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0, 1, 2. സോ 3 വാല്യൂസ് ഓഫ് എൻ ആർ 0, 1 and 2. ഇനി എന്ത് ചെയ്യുന്നു? 2n pi plus 0 it is 2n pi. നമുക്ക് എന്ത് എഴുതാം? cos 2n pi plus I sin 2n pi where n is equal to 0, 1 and 2. So 1 എന്ന് പറയുന്നത് 1 equal to cos 2n pi plus I sin 2n pi എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1ൻ്റെ സ്ഥാനത്ത് x ക്യൂബ് കൊടുക്കാം. സോ x ക്യൂബ് is equal to cos 2n pi plus I sin 2n pi. ഓരോ തവണ എഴുതുമ്പോഴും എന്നിൻ്റെ വാല്യൂസ് എഴുതി പോകാൻ ശ്രമിക്കുക. ഇനി നോക്കി, നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഇക്വേഷനാണ് കിട്ടിയത്. നമുക്ക് എന്താണ് വേണ്ടത്? എക്സിൻ്റെ ഇക്വേഷനല്ലേ വേണ്ടത്. സോ എക്സ് ക്യൂബിനകത്ത് നിന്ന് ക്യൂബ് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? റൈസ് ടു 1/3 എടുക്കുക. അപ്പോൾ 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സൈഡിൽ റൈസ് ടു 1/3 എടുക്കുന്നു. Therefore x cube the whole raised to 1/3 equal to where n is 0, 1 and 2. ഇനി എന്ത് ചെയ്യുന്നു? x cube the whole raised to 1/3 ഏത് ഫോമിലാണ് ഉപയോഗിക്കുന്നത്? a raised to n the whole raised to m ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് a raised to n into m എന്ന് പറയാം അല്ലേ? അതേ നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. എക്സ് ക്യൂബ് ദ ഹോൾ റൈസ് ടു 1/3 ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 3 into 1/3. ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് റൈസ് ടു 1 അഥവാ എക്സ് എന്ന് കിട്ടും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തെന്ന് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? കോസ് 2n pi the whole raised to 1/3 എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നമ്മുടെ ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഹിയർ ഇൻ ടേംസ് ഓഫ് തീറ്റ ആയിട്ട് നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? 2n pi ആണ്. ആൻഡ് ഇൻ ദ പൊസിഷൻ ഓഫ് n ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 1/3. സോ ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ് 1/3 into 2n pi plus I sin 1/3 into 2n pi എന്ന് കിട്ടും. എന്ത്? എക്സിൻ്റെ വാല്യൂസ് ഫോർ ദ വാല്യൂസ് ഓഫ് n ആൻഡ് 0, 1 and 2. ഇനി എന്ത് ചെയ്യാം? ഈ എന്നിൻ്റെ ഓരോ വാല്യൂസ് നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് 1/3 into 2. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 into 0 into pi. 2 into 0 into pi is 0. Therefore 1/3 into 0 plus I sin അവിടെയും 1/3 into 0 കിട്ടും. ഏതിന്? n is equal to 1. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? സോ n is equal to 0. ഇനി എന്ത് കൊടുക്കാം? n is equal to 1 കൊടുക്കാം. സോ cos 1/3 into 2 into 1 into pi, that is 2 pi plus I sin 1/3 into 2 pi. And again for n is equal to 2, it is cos 1/3 into 2 into pi, that is 4 pi plus I sin 1/3 into 2 into pi, that is 4 pi. ഇനി നോക്കുക, ഇവിടെ cos 1/3 into 0 is 0, that is cos 0 plus I sin 0. Cos 0 is 1 and sin 0 is 0 and hence x is equal to 1. Again, അടുത്തത് cos 1/3 into 2 pi.
ആദ്യം നമുക്ക് 1/3 into 2pi എന്താന്ന് നോക്കാം. 1/3 into 2pi is 1/3 into 2 into pi can be written as 180 degree. So ഇത് നമുക്ക് എങ്ങനെ എഴുതാം? Which is equal to 2 into 180 degree by 3 എന്ന് എഴുതാം അല്ലേ? 3യും 180യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 120 degree എന്ന് കിട്ടും. So 1/3 into 2pi means it is 120 degree. So ഇവിടെ നമുക്ക് cos 120 plus I sin 120 which is equal to cos 120 എത്രയാണെന്ന് നോക്കാം. cos 120 നമ്മൾ +2 ക്ലാസ്സുകളിൽ ട്രിഗ്നോമെട്രിയുടെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. cos 120 is cos 90 plus 30 അല്ലേ? സോ 90 ആകുമ്പോഴത്തേക്കും അതിൻ്റെ റിവേഴ്സ് ഫംഗ്ഷൻ കോസിൻ്റെ റിവേഴ്സ് ഫംഗ്ഷൻ ഈസ് sin 30. കൂടാതെ 90 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ കോസ് നെഗറ്റീവ് ആണ്. ഫോർ മൈനസ് sin 30 which is equal to minus 1/2. സോ cos 120യുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? നമുക്ക് ജസ്റ്റ് താഴോട്ടിറക്കി എഴുതുകയാണ്. റബ് ചെയ്യാം. which is equal to minus 1/2 plus I sin 120, that is sin 120 is equal to sin 90 plus 30 which is equal to 90 plus 30 ആണ് sin reverse function cos 30. Here 90 plus 30 belongs to the first quadrant and second quadrant, and second quadrant sign values are positive, therefore it is cos 30 itself. Cos 30 is √3/2. So it is √3/2. So നമുക്ക് എന്ത് കിട്ടി? x value for n is equal to 1, the value of x is -1 plus I√3/2. This can be taken as omega. നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, ഏതാണ്? for n is equal to 2. So x is equal to cos 1/3 into 4pi plus I sin 1/3 into 4pi which is equal to ഇവിടെ നമുക്ക് 1/3 into 4pi ആയി നമുക്ക് ഇതുകൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So 1/3 into 4pi means 1/3 into 4 into 180. Here 3 and 180 can be cancelled and it is 240 degree. 1/3 into 4pi നമുക്ക് എന്ത് എഴുതാം? 240 എന്ന് എഴുതാം. Therefore cos 240 plus I sin 240 അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. cos 240. The value of cos 240 can be written as cos, ഈ 240 നമുക്ക് 90യുടെ മൾട്ടിപ്പിൾ ആക്കാം അല്ലേ? That is 240 can be written as 270 minus 30 എന്ന് എഴുതാം അല്ലേ? Which is equal to ഇവിടെ 270 belongs to y axis. So നമുക്ക് എന്ത് എഴുതാം? റിവേഴ്സ് ഫംഗ്ഷൻ sin 30 എന്ന് എഴുതാം അല്ലേ? സോ 270 y ആക്സിസിലാണ്. 270 minus 30 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ കോസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? മൈനസ് sin 30, that is minus 1/2. therefore cos 240 നമുക്ക് എന്ത് എഴുതാം? minus 1/2 plus I. നമുക്ക് എന്തൊരു കാൽക്കുലേറ്റ് ചെയ്യാം? sin 240 കാൽക്കുലേറ്റ്. സ്ഥലമില്ലാത്തതാണ് ഞാൻ റബ്ബ് ചെയ്തത്. അടുത്തത് sin 240 ഇതുപോലെ തന്നെ sin, it is 240 is 270 minus 30 which is equal to sin 270 is cos, again cos 30, and it belongs to the third quadrant, and the third quadrant sign is negative, so it is minus cos 30, that is minus minus √3/2. So it becomes
minus root 3 by 2 which is equal to minus 1 by 2. ഈ പ്ലസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ഇൻറ്റു മൈനസ്, ഇറ്റ് ഇസ് മൈനസ് I root 3 by 2. Therefore minus 1 minus I root 3 by 2 എന്ന് കിട്ടും. This can be denoted as omega square. So x cube is equal to 1 വരുന്ന എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കിട്ടി. x is equal to 1, x is equal to omega, that is minus 1 plus I root 3 by 2, and x is equal to omega square. ഈ വാല്യൂ ആയ മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 by 2 സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, മൈനസ് 1 മൈനസ് ഐ റൂട്ട് 3 by 2 എന്ന് കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ധൈര്യമായിട്ട് എന്ത് എഴുതിയത്, ഒമേഗ സ്ക്വയർ എന്ന് ഞാൻ എഴുതിയത്. സോ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് അഥവാ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ് എനിക്ക് ഏതൊക്കെയാണെന്ന് കിട്ടി, 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. സോ റൂട്ട്സ് ഓഫ് യൂണിറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് യൂണിറ്റി 1ഉം മൈനസ് 1ഉം എങ്ങനെ വന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് ബൈ യൂസിങ് De Moivre's theorem and the properties of complex numbers, whereas we had proved the solution of the cube roots of unity നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് നോക്കുക. അതായത് എക്സ് റൈസ് ടു 4, 3യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. എക്സ് റൈസ് ടു 4 is equal to 1 എന്ന് എടുക്കുക. So 1 is equal to cos 0 plus I sin 0 എന്ന് കിട്ടും, which is equal to cos 2n pi plus 0 plus I sin 2n pi plus 0, where the values of n are, ഇവിടെ n എത്ര വാല്യൂസ് വരും, ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാം, ഇലസ്ട്രേറ്റ് കാണിക്കാം. ഫോർത്ത് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, എക്സ് റൈസ് ടു 4 is equal to 1. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നിൻ്റെ എത്ര വാല്യൂസ് വേണം, 3 വാല്യൂസ് വേണം അല്ലേ. സോ 0, 1, 2 and 3 എന്ന് വരും. സോ ഇവിടെ നമ്മൾ 1 is equal to cos 2n pi plus I sin 2n pi, where n is equal to 0, 1, 2 and 3. ഇവിടെ നമ്മൾ എന്തുകൊണ്ടും എക്സ് റൈസ് ടു 4 വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറ്റണം. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എഗെയിൻ ഇവിടെ എക്സ് റൈസ് ടു 4 വരുമ്പോൾ റൈസ് ടു എത്ര എടുക്കണം, 1/4 എടുക്കണം. സോ ഹിയർ ഇറ്റ് ബിക്കം 1/4 ആൻഡ് ദ വാല്യൂസ് ഓഫ് n 3യും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ എല്ലാം എന്ത് വരും, /4 വരും. സോ ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എന്നിൻ്റെ ഓരോ വാല്യൂസ് 0. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് തന്നെ ചെയ്ത് നോക്കുക. സോ എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെ കൊടുക്കുക, 0, 1, 2 and 3. ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നിന് 0, എന്നിൻ്റെ സ്ഥാനത്ത് 1, 2, 3 എന്നീ 4 വാല്യൂസ് കൊടുത്ത് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് 1, -1, I, -I. ഈ സെയിം ഓർഡറിലാണെന്ന് എനിക്ക് ഞാൻ നോക്കിയില്ല. ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടും. n is equal to ഏതൊക്കെയോ വാല്യൂസ്, എന്നിന് 0, 1, 2, 3 എന്നീ 4 വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ 4 വാല്യൂസ് തന്നെ കിട്ടും. ചിലപ്പോൾ അത് 1, I, -1, -I ഒരു ഓർഡറിലായിരിക്കും. ഓർഡർ മറക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ 4 വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് എക്സിൻ്റെ ഫോർത്ത് റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഡി മോവിയസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനുമായിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ ഇതിലൂടെ നമ്മൾ 2 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. കൂടാതെ ലാസ്റ്റ് പ്രോബ്ലം ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഞങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. സോ സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബിക് റൂട്ട്സ് ഓഫ് യൂണിറ്റി നിങ്ങൾ 3 പ്രാവശ്യം ചെയ്ത് പഠിച്ച കാര്യങ്ങൾ 3 പ്രാവശ്യം എഴുതി പഠിക്കുക. കൂടാതെ ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇവ എല്ലാം കൂടെ ചേർത്ത് എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ഇതോടെ നമ്മുടെ 3rd മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാണ്. കൊച്ചു മൊഡ്യൂളായിരുന്നു, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കൊച്ചു മൊഡ്യൂളായിരുന്നു. ഇതോടെ നമ്മൾ 3rd മൊഡ്യൂൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൊഡ്യൂള് സിലബസ് അനുസരിച്ച് നമ്മുടെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. സോ ഇതോടെ നമ്മൾ 3rd മൊഡ്യൂൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.